3-ാം വയസ്സിൽ മൂച്ചിപ്രാന്ത് എന്നല്ലേ പറഞ്ഞിരിക്കുന്നത്. ഞാനൊരു മൂച്ചിപ്രാന്തുള്ള കുട്ടിയുടെ ഉമ്മയാണ്. എടുത്തിട്ട് പോവുന്നെ വേണ്ടോടത്തേക്ക് കേറാൻ. യാമിക്കുട്ടിനെ പതുക്കെ നെബിലോട്ടിട്ട് അടുത്ത് ആക്കി ഞാൻ വേഗം എല്ലാവരും പെരുന്നാളൊക്കെ കഴിഞ്ഞതിൻ്റെ ക്ഷീണത്തിലിരിക്കുകയായിരിക്കില്ലേ. ഇന്ന് വ്യാഴാഴ്ച, ഇനി അടുത്ത ബുധനാഴ്ചയല്ലേ നമ്മളെ വ്ളോഗ് വരും. അപ്പോഴത്തേനും പെരുന്നാളിൻ്റെ ഓർമ്മ വീണ്ടും പുതുക്കാനായിട്ടാണ് കേട്ടോ ഈ ഒരു വ്ളോഗ്. ഇക്ക പള്ളിയിൽ പോയി ഞാൻ വീടിൻ്റെ മുകളിൽ നിന്ന് താഴെ വരെ എല്ലായിടും തുടച്ച് വൃത്തിയാക്കി കുളിക്കാൻ കയറിയപ്പോഴത്തേനും യാമിക്കുട്ടി എണീറ്റു കേട്ടോ. പിന്നെ ഓളും ഞാനും കൂടി ഒരുമിച്ച് അങ്ങോട്ട് കുളിച്ച് ഓളി ഒരുക്കി ഞാനും ഒരുങ്ങി ഇതാ ഫുഡ് വെക്കാൻ തുടങ്ങണേ ഉള്ളൂ കേട്ടോ. ഒക്കെ നല്ല അരിഞ്ഞ് റെഡിയാക്കി വെച്ചാട്ടോ. ചിക്കനിലും മസാലയും തേച്ച് വെച്ചിരുന്നു. ഇനി ഒക്കെ ഒന്നും സെറ്റാക്കിയാൽ മതി ബിരിയാണിക്ക്. രാവിലെ കുളിപ്പിച്ച് റെഡിയാക്കി ടി വി ആണ് എത്തിക്കുക കേട്ടോ. കുട്ടിന്റെ ഡ്രസ്സൊക്കെ കാണിച്ചെടുക്കണ്ടേ എല്ലാവർക്കും. എല്ലാവരുടെ ഈദ് മുബാറക്ക് എന്ന് പറഞ്ഞാൽ പറ. ഞാൻ യാമിത് ഒരേപോലത്തെ ഡ്രസ്സായിട്ട് ഇട്ടിരിക്കുന്നത്. അതായത് ഇത് ടോപ്പ്, ഇത് ഷോള്, അത് പാൻറ്, അങ്ങനെ സെറ്റായിട്ട് കിട്ടൂല്ലോ ഇപ്പൊ ശീലകൾ. അങ്ങനെ എടുത്തതാണ് കേട്ടോ. എനിക്കറിയാം എല്ലാവരും ഞാൻ സ്റ്റിച്ചിങ് വീഡിയോ ഇടാത്തതിന്റെ പരാതിയിലാണ് എന്നൊക്കെ. ഞാൻ സ്റ്റിച്ചിങ് വീഡിയോ ഇടാതിരിക്കണമല്ല കേട്ടോ. എനിക്ക് നല്ല ആഗ്രഹം. പക്ഷെ എന്താന്ന് വെച്ചാലേ പോകുന്ന കുട്ടികളുള്ളവർക്ക് മനസ്സിലാവും കുറച്ച്, അല്ലെങ്കിൽ എല്ലാവർക്കും ഇപ്പൊ കുറച്ച് സമയമുള്ളൂ. അതിൽക്കൂടെ ഈ കാര്യങ്ങളൊക്കെ ആകുമ്പോൾ കഴിയുമ്പൊക്കെ കണ്ട് എത്തണില്ല. ഞാൻ ഓരോ ഡ്രസ്സ് അടിക്കുമ്പോൾ എടുത്തു കിട്ടോ. പക്ഷെ അതൊന്നും കറക്റ്റ് ആവില്ല, പെർഫെക്റ്റ് ആവാത്ത കാരണം നമ്മളൊരു വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാകാൻ കൂടി വേണമല്ലോ. അപ്പൊ എന്നാ നീ പുതിയത് എടുക്കാം വെച്ചിട്ട് അത് ഡിലീറ്റ് ചെയ്ത് കളയുന്നതാണ്. എല്ലാവർക്കും തയ്ക്കാൻ പറ്റുന്ന വിധത്തിൽ കാണിച്ചു തരണം ഇൻഷാ അല്ലാഹ്. പെൻസിൽസ് വെച്ചിട്ടാണ് മൈലാഞ്ചി ഇട്ടിരിക്കുന്നത്. ആ സ്റ്റിക്കർ ഉണ്ടാവില്ല കൈൻ്റെ ഇവിടെ ഇങ്ങനെ വെക്കുന്നത്, നേരെ ക്രോസ് ആയിട്ട് ഇട്ട് കൊടുത്തു. ഇത് ഗർഭിണിയാണ്. കയറിയിട്ട് പറയാനാ. ഞാൻ ഓരോ സ്റ്റിച്ചിങ് വീഡിയോ എടുക്കാൻ പോകുമ്പോഴും യാമിക്കുട്ടി വരുന്ന സീനുകളുണ്ട്. അപ്പൊ ഞാൻ ഇതൊക്കെ വെച്ചിട്ട് ഒരു വീഡിയോ എടുക്കണം. കാരണം യാമിക്കുട്ടി സ്വീപ്പാക്കുന്ന വീഡിയോകൾ ഞാൻ അയിമക്ക് നിൽക്കുമ്പോഴത്തേനും ഓരോന്റെ ടാപ്പ് വിളിച്ചു കൊടുക്കുന്നു. അപ്പൊ അതൊക്കെ ആ വീഡിയോയിൽ ഉണ്ടാവും. അപ്പൊ ഞാൻ ആ വീഡിയോ പിന്നെ ക്യാൻസൽ ആക്കല. 3-ാം വയസ്സിൽ മൂച്ചിപ്രാന്ത് എന്നല്ലേ പറഞ്ഞിരിക്കുന്നത്. ഞാനൊരു മൂച്ചിപ്രാന്തുള്ള കുട്ടിയുടെ ഉമ്മയാണ്. ഈ വീഡിയോകളൊക്കെ നമുക്ക് ഇങ്ങനെ എടുത്തു പോകാം. പക്ഷെ സ്റ്റിച്ചിങ് വീഡിയോ അങ്ങനെ അല്ല. ഞാൻ ഇങ്ങോട്ട് തിരിഞ്ഞിരിക്കുന്ന ഫുള്ള് കാണുള്ളൂ യാമിനതാ. യാമിക്കുട്ടി ഇപ്പൊ ക്ഷീണിച്ചിരിക്കുന്നു. കാരണം ഓളിപ്പോ ഭക്ഷണം കഴിക്കാത്തൊരു ടൈമാണ്. പിന്നെ ഓളെ പാലുകൂടി നിർത്തിയിട്ടില്ല കേട്ടോ. പിന്നെ ഈ മുടി ഇങ്ങനെ ഞാൻ നീട്ടി വളർത്തുകയാണ്. കാരണം ഈ മുടി ഫുള്ള് ഇങ്ങോട്ട് എടുത്ത് കെട്ടാൻ വേണ്ടി. ആ സമയത്ത് കുട്ടികൾക്ക് കൂടുതൽ ക്ഷീണം തോന്നും. നമ്മൾ ഞാൻ ചിക്കനിന്റെ അടുപ്പത്ത് വെച്ചിട്ട് നമുക്ക് ചിക്കൻ എന്തായാലും നോക്കാം. ഇതാണ് ഞങ്ങളുടെ ഡ്രസ് കളർ കോമ്പോ അല്ലേ. നല്ല രസമല്ലേ യാമി. ചിക്കനൊക്കെ നമ്മൾ എടുത്തിട്ട് അങ്ങോട്ട് പോവണം. ഓലെ ഇങ്ങനെ കാത്തു നിന്നാ ഓൾക്ക് വേവാൻ പാടാക്കായി. ഇപ്പൊ ഇതാ ഒരു ഭാഗം നല്ല മുരിഞ്ഞിട്ടുണ്ട്. നമ്മൾ നിന്നാ ഇങ്ങനെ മുരിയൂല. നമുക്ക് ക്ഷമല്ലാത്തോണ്ടാണ് കേട്ടോ. പക്ഷെ അടുപ്പത്തൊരു സാധനം വെച്ചിട്ട് നമ്മൾ ഇവിടെ നിന്ന് വിട്ടുപോയാണ്ടല്ലോ നമുക്ക് പിന്നെ പോയവർക്ക് പല കാര്യങ്ങളാക്കാരം. അപ്പൊ നമ്മൾ ഇതിന്റെ കാര്യം അങ്ങോട്ട് വിടും. അപ്പൊ ഇത് വേവല്ല, കരിയ വരെ ചെയ്യും. അൻകുട്ടി ചിക്കനൊക്കെ കൂട്ടി ബിരിയാണി കഴിക്കാനിട്ടോ ഞാമി. ആ കുറേ കഴിക്കണം കേട്ടോ. ഷെഫ് കുട്ടനും ബുബുക്കുട്ടനും ഒന്നും ഇല്ലാത്ത പെരുന്നാളാണ്. അപ്പം ഞാൻ പറയാ പെരുന്നാളൊന്നും ഇപ്പൊ ഇതില്ല. യാമിക്കുട്ടി ഒന്ന് വലുതാവണം. എനിക്ക് അത് വേണം, ഇത് വേണം, അങ്ങനെ വേണം, ഇങ്ങനെ പെരുന്നാൾ വേണം എന്നൊക്കെ പറയാനാവണം. അതുപോലെ ഈ ഷെഫ് കുട്ടന്റെ കല്യാണമൊക്കെ കഴിഞ്ഞ് റെനമോളൊക്കെ വരണം. അപ്പോഴാണ് ഞങ്ങളെ പെരുന്നാൾ വൈബാവുക. എങ്ങട്ടാ ബിരിയാണി ഉണ്ടാക്കാൻ നിൽക്കുക? യാമിക്കുട്ടി ഉണ്ടാക്കുന്ന സ്പെഷ്യൽ ബിരിയാണിയാണ് കേട്ടോ. 1 2 3 പറഞ്ഞിട്ട് ഇടാം. വന്നോളൂ, ഇവിടെ റെഡിയാണ്. ചാടാനുള്ള ആൾ ഇവിടെ റെഡിയായി നിൽക്കുന്നുണ്ട്. ചെറുകളാണ് ഇവിടുത്തെ. പപ്പ വന്ന അപ്പ ചെറുകള്. എന്താ വരാൻ വൈകി? ചെക്കന്മാരോ? എന്താരല്ലേ നിങ്ങളെ കൂടെ ഉള്ള ആൾക്കാരല്ലേ? എന്റെ കൂടെ ഞങ്ങൾ ചെക്കന്മാര്. ഞങ്ങള് 10-48 വയസ്സായ ആൾക്കാരുടെയിലും ഞങ്ങള് 48 വയസ്സായ ചെക്കന്മാര്. അതാണ് മനസ്സിൽ ഉദ്ദേശിച്ചത്. ഞാൻ വിചാരിച്ചു നിങ്ങൾ സ്കൂൾ കുട്ടികളൊപ്പം എങ്ങോട്ടെങ്കിലും പോയിക്കുക ആൾക്കാര്. നമ്മള് പ്രായക്കാരായിട്ടില്ല ചെക്കന്മാര്. ഞാനും ബിരിയാണി യാമിക്കുട്ടിയും കൂടി ഇവിടെ വിരകുമായിരുന്നു. ചിക്കൻ കറി കഴിച്ചാ നോക്കട്ടെ. ചോറ് ദം
ദമ്മിടൽ വരെ എല്ലാതും ഞാനൊരു സെറ്റപ്പ് ആക്കി ചോറ് ദമ്മിട്ട് നിൽക്കുകയാണ് കേട്ടോ. അങ്ങനെ ഉണ്ട് എന്റെ ബിരിയാണി. ഇന്നൊന്നും പറയാത്ത ബിരിയാണി കേട്ടോ, എന്തെങ്കിലുമൊക്കെ പറയാനുള്ള ബിരിയാണി. ഓഹോ, ചോറ് വെച്ചിട്ട് ഫോട്ടോ ഒക്കെ എടുക്കണം. ഞാനോട് സമ്മതിക്കോ ചോറുന്നല്ലേ കഴിഞ്ഞതാ യാമിക്കുട്ടിയെ പൊരിഞ്ഞ കൈ കഴുകാലും തീരാത്ത കൈ കഴുകല. അപ്പൊ ഈ ഒരു കസാരയാണ് ആയുധം. ഇതാണ്ട് എടുത്തിട്ടാണ് പോകുക തന്നെ, വേണ്ടോടത്തേക്ക് കയറാൻ. പൈപ്പ് അടിയിൽ കുറച്ചൊന്ന് കൂട്ടി കൊടുത്തേക്കുക, അതുകൊണ്ട് കുറച്ച് വെള്ളം വരുള്ളൂ. വെള്ളം കളയാണെന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, സമ്മതിക്കണ്ടേ. പക്ഷെ മുഴുവൻ തുറക്കാനൊന്നും വാശി പിടിക്കൊന്നുമില്ല കേട്ടോ, തുള്ളിയെങ്കിൽ തുള്ളി തന്നാ മതി. ഫോട്ടോ എടുക്കണ്ടേ നമുക്ക്? വേഗമായോ പെരുന്നാളായിട്ട് ഒരുക്കങ്ങളൊക്കെ ചെയ്യണം അങ്ങനെയൊക്കെ വിചാരിച്ചിരുന്നതായിരുന്നു കേട്ടോ. പിന്നെ ഇക്കന്റെ പക വയറുവേദനയൊക്കെ ആയിട്ട് ഹോസ്പിറ്റലിലൊക്കെ ആയിരുന്നു. പിന്നെ ഇക്ക അവിടെ ഉണ്ടാവില്ല. പെരുന്നാൾ ഡ്രസ്സുകളൊന്നും അടിച്ചിട്ടില്ല. ഇപ്പൊ ഇന്നലെ രാത്രി ഇരുന്നിട്ടാണ് ഞങ്ങളെ 2 ഡ്രസ്സുകളും അടിച്ചത് കേട്ടോ. ഇക്ക അവിടെ ഉണ്ടാവില്ല, ഇക്ക രാവിലെ പോയ വൈകുന്നേരം വരുള്ളൂ. ബുബുന് ലൈറ്റ് വെച്ചെടുക്കണേ. ഹാപ്പിയാ ബുബുക്കുട്ടനക്ക് പെരുന്നാൾ. ബുബുക്കുട്ടന്റെ ഇവിടെ ഇരുന്ന അമ്മ ഫോട്ടോ എടുത്തു തരാം കേട്ടോ. യാമിക്കുട്ടി ബുബുക്കുട്ടൻ സെയിം ആണല്ലോ ഇരിക്കുന്നേ. ഫോട്ടോ എടുക്കാൻ സമയത്ത് നമ്മളെ ഫാമിലി ഫുള്ളില്ലെങ്കിൽ നമുക്ക് ഭയങ്കര മിസ്സിങ് ആക്കാറ്. മെയിനായിട്ട് ഷെഫ് കുട്ടനാണ് ഞങ്ങൾക്ക് ഫോട്ടോ ഒക്കെ എടുത്തു തരാം എല്ലാ പെരുന്നാളിനും. ഇപ്പൊ ഞങ്ങള് വെറുതെ അങ്ങോട്ട് ഒപ്പിക്കലാണ് കേട്ടോ ഫോട്ടോകളൊക്കെ. പിന്നെ എല്ലാവരും ഇല്ലാത്തപ്പോൾ അതിൻ്റെ ഒരു ഇടങ്ങേറ്. ബുബുക്കുട്ടനൊക്കെ ഇഷ്ടമല്ല ഫോട്ടോ എടുക്കണം. അപ്പോൾ ഓനൊക്കെ പിടിച്ച് ഞങ്ങളിങ്ങനെ കൊണ്ടുവരും. ഇപ്പോൾ പിന്നെ അതേപോലെ ബോ ഒക്കെ ഫോട്ടോ എടുക്കാൻ നേരത്തെ ഞാൻ വെച്ചു കൊടുക്കുക, കാരണം ഓനക്ക് അതൊന്നും വെക്കണമൊന്നും അങ്ങനെ ഇഷ്ടമല്ല. ഞാൻ ആ ഒരു ഓർമ്മക്കും ഓനക്ക് ബോ വെച്ചു കൊടുത്തതാ. ഓൻ അലങ്കരിച്ചു. ഞങ്ങൾ ഫോട്ടോ എടുത്തിട്ട് വരട്ടെ. പപ്പന്റെ ഫോട്ടോ എടുക്കുക യാമി. ഓ യാമിന്റെ വക പെരുന്നാൾ ഫോട്ടോ പപ്പന്റെ. അങ്ങനെ പിടിക്കാന്. ഓ സെറ്റാക്കിട്ട് വരുന്നുണ്ട്. ഓ ഇത് ഞാൻ ഗർഭിണിയാകുമ്പോൾ എനിക്ക് ക്ഷമി കൊടുക്കുന്ന ആ വള തന്നെ കേട്ടോ, അന്നത്തെ വള. അപ്പോഴത്തേക്ക് നല്ല സെറ്റ് ഉണ്ട്. ഒരു ചുവപ്പും കൂടി വേണമായിരുന്നു. ഇപ്പം ഞാൻ അമീൻ താഹിറിന്റെ വേറൊരു വള ഇട്ടോ ഇട്ടേക്കണം. നല്ല ഉച്ചയുറക്കം കഴിഞ്ഞിട്ടോ. ഞങ്ങൾ പായസം കുടിക്കാൻ പോകണമെന്നൊക്കെ വിചാരിച്ചിരുന്നു. പിന്നെ പായസം വേണ്ട, ഉമ്മാൻ്റെ അടുക്കൊക്കെ പോകണമെന്ന് വിചാരിച്ചിട്ടോ. എല്ലാവരെയും ഓൺലൈൻ മീറ്റിംഗ് കാണുന്നുണ്ടായിരുന്നു. രണ്ടുമൂന്ന് ഷെഫ് കുട്ടനൊക്കെ വിളിച്ചിരുന്നു. ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ആശുപത്രിയിലായിട്ട് എല്ലാവരും കൂടെ തന്നെ ഇരുന്നു. ഇക്ക പോയിട്ടുണ്ട് കേട്ടോ, എനിക്കൊന്നും ഞാൻ എങ്ങോട്ടും പോയില്ല. നല്ല മഴയുണ്ടായിരുന്നു. ആൺകുട്ടി നല്ല ഉറക്കത്തിലാണ്. ഞങ്ങൾ എണീക്കുമ്പോഴത്തേന് വേഗം ഞങ്ങൾക്ക് നാളെ പട്ടാമ്പിക്ക് പോകുമ്പോഴുള്ള ഡ്രസ്സുകളൊക്കെ തയ്ക്കട്ടെ കേട്ടോ. ഇങ്ങനെ പിടിച്ചിട്ടാണ് ഞാൻ ഓരോ ഡ്രസ്സുകളും ഞങ്ങൾ ഇടുന്നത് തയ്ക്കല്. അതുകൊണ്ടാണ് അതൊന്നും കാണിക്കാത്തത് കേട്ടോ. വിശദമായിട്ട് ഇതിനൊക്കെ സമയം അതിന് സമയമില്ല, കാരണം അത് പെർഫെക്റ്റ് ആയിട്ട് കാണിക്കണമല്ലോ. അതുകൊണ്ടാണ് ഇങ്ങനെ. മാമിക്കുട്ടി നീച്ചു വന്ന് നോക്ക് കഴിഞ്ഞോ? യു വാണ്ട് കട്ടൻ ചായ? വായവമ്മ എടുക്കട്ടെ. ആ മഴ പെയ്ത് അടുത്തൊന്നും പെയ്തിട്ടില്ല. യാമി നമുക്ക് പട്ടാമ്പിക്ക് പോവണ്ടേ? എന്നോ യാമി ഇന്നിപ്പോൾ 2ാം പെരുന്നാളിൻ്റെ ദിവസമാണ് കേട്ടോ. പട്ടാമ്പിക്ക് പോകാനുള്ള ഒരുക്കുന്നത്. നമുക്ക് കുറേ വാഷ് ചെയ്യാനുള്ള ആവശ്യമുള്ള ഡ്രസ്സുകളൊക്കെ വാഷ് ചെയ്യാനായിരുന്നു. അപ്പോൾ ഒക്കെ ഇക്കടെ വണ്ടിമ പറക്കുന്നുള്ളൂ ഇതുപോലെ ഉണക്കിയിട്ട്. എനിക്ക് എന്തായാലും നല്ല വെയിലുള്ളതുകൊണ്ട് ഉണങ്ങി കിട്ടി. ഇതാ മുകളിലും ഉണ്ട് കുറച്ച്. 2ാം പെരുന്നാളിൻ്റെ സന്തോഷം നമ്മൾ വിരുന്ന് പോകുക എന്നുള്ളതാണ്. അത് കല്യാണത്തിൻ്റെ ഡ്രസ്സൊക്കെ അടിച്ചപ്പോൾ ഞാൻ കുറച്ച് റീൽസൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതൊന്നും ചെയ്തിട്ടില്ല. അപ്പം പോയിട്ട് ഇൻഷാ അല്ലാ നാളെ ഫോട്ടോഷൂട്ട് ഉണ്ടാക്കണം. നേരെ പറഞ്ഞില്ല യാമിക്കുട്ടിക്ക് ഡ്രസ്സ് അടിക്കുന്നത് അത് അടിച്ചിട്ടുണ്ട്. ഈ ഡ്രസ്സ് ഇട്ടിട്ടൊരു ഫോട്ടോ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു കുട്ടിയുടെ. അപ്പോൾ വിചാരിച്ചത് യാമിക്കുട്ടിക്കും വേണം അത് തയ്ക്കാണ്. ഇത് സൈസ് എന്തായാലും ഒന്നും അറിയില്ല, കാരണം അളവൊന്നും എടുക്കാനോ ഒന്നിനും അതൊന്നും ഇട്ട് കൊടുത്തിട്ട് പോലുമില്ല. ആദ്യമായിട്ടൊന്നും ഇട്ട് കൊടുക്കണം. ഉപ്പായിട്ട് പോകണ്ടേ? എന്നാലും ഒക്കെ ഒരുങ്ങിയിട്ട് കാണാം കേട്ടോ. യാമിക്കുട്ടി ഒരുങ്ങിയിട്ടാ വന്നിക്കണേ.
പെരുന്നാളെ ഡ്രസ്സ് അടിക്കാനുള്ള മെറ്റീരിയലൊക്കെ എടുത്തിട്ട് പക്ഷെ ഞാൻ അടിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പൊ ഏതാണ്ട് ഇന്നലെ മുതലേ ആലോചിച്ചിട്ട് ഒന്നും തീരുമാനമായിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ ഇതാ എളുപ്പ പണി വേഗം ഒരു അബായന്റെ എടുത്തിട്ടു കേട്ടോ. അമ്മച്ചിക്ക് ഇതൊന്നും കാണാൻ ഇഷ്ടമുണ്ടാവില്ല, കാരണം പെരുന്നാളൊക്കെ ആകുമ്പോൾ പുതിയ ഡ്രസ്സ് ഇട്ടിട്ട് വരാനൊക്കെ ഇഷ്ടം. ഉള്ളിലുള്ള പുതിയ ഡ്രസ്സാണ് കേട്ടോ. അപ്പൊ ഈ കോട്ടൺ അഴിച്ചിട്ടാല് സുഖമായിട്ട് ബിരിയാണി കഴിക്കും. അവിടെ ജാസ്മിക്കുട്ടി ഇന്നലെ പോയിട്ട് ഒന്ന് ബിരിയാണി ഒക്കെ ഉണ്ടായി കാത്തിരിക്കുന്നുണ്ടാവും. എല്ലാ പ്രാവശ്യവും അങ്ങനെ കേട്ടോ. ഓള് നേരത്തെ പോയി ബിരിയാണി ഒക്കെ ഉണ്ടാവും. അവൾക്ക് അതിനൊക്കെ നല്ലൊരു ഇതാണ് കേട്ടോ. എനിക്ക് വേറെ എവിടെ പോയാലും വേറെ ഒന്നും ചെയ്യാൻ കഴിയില്ല. നമ്മളൊരു ഏരിയയിൽ അങ്ങനെ ഓരോരുത്തർക്കും ഓരോ ഇതാണ്. ഓൾ എവിടെ പോയാലും ഓളെ റൊട്ടീന് കറക്റ്റ് ആക്കാറ് എല്ലാതും. കുളിയാണെങ്കിലും ഞങ്ങൾ അവിടെയൊക്കെ പോയി കഴിഞ്ഞാൽ പിന്നെ തോന്നിയ പോലെയൊക്കെ ഇരുന്ന് പോകാനിപ്പോ പഴമാരൊന്നല്ല. ഇപ്പൊ യാമിക്കുട്ടിയാണ് ഏറ്റവും കൂടുതൽ ധൃതി പിടിക്കണത് കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ പെരുന്നാളൊക്കെ ആകുമ്പോ പെരുന്നാളിന്റെ വൈബ് കിട്ടുക. ഫോണുണ്ടതൊന്നും അങ്ങനെ പോവുകയാണ്. മൈക്ക് എടുക്കാൻ വേണ്ടി അല്ല, ക്യാമറ എടുക്കാൻ വേണ്ടി നമ്മൾ തന്നെ വരണല്ലോ. അസു പോവേ? ആ അസുന്റെ വീട്ടിലേക്ക് പോണേ നമ്മളെ. ഞാമിക്കുട്ടി ഉറക്കത്തിനൊക്കെ നീച്ചതാ. അസുകുട്ടാപ്പിന്റെ വീടെത്താനായി. ഞാമിക്കുട്ടിയുടെ കണ്ണടൊക്കെ വെച്ചിട്ടുണ്ടോ? കണ്ണട ക്ലിപ്പാണത്. ഇതാണ് ഞങ്ങളെ പട്ടാമ്പി വീട്ടിലേക്കുള്ള വഴി. ബിലാമിനെ കൂട്ടലും കാണാനിട്ട് അതെ പാപ്പനെ ഓടിച്ചോ. എന്തേ സൂനി കാണാല്ലേ യാമി? ബ്യൂട്ടി സുലു ഒന്നും വന്നിട്ടില്ല കേട്ടോ. പുറപ്പെട്ടിട്ടേ ഉള്ളൂ. യാമി കുട്ടിക്കാണെങ്കിൽ ഇപ്പൊ ഇസുവിനെ കാണാനിട്ട് യാതൊരു സമാധാനം വരൂട്ടോ. ഇസുവിനെ കാണാനിട്ടൊരു സമാധാനം ഇല്ല. ബിരിയാണി ഒക്കെ കഴിച്ചിരുന്ന സുലും നെബിലൂട്ടി എല്ലാരും വന്ന് അങ്ങനെയൊക്കെ എന്നോട് ആക്കി പോവാണല്ലേ. 2-3 ദിവസത്തെ എൻജോയ്മെന്റിന് വേണ്ടിട്ട് തട്ടിയിട്ട് പോവാണേ. അവിടെ പരിപാടി പോലെ അതും ഇതും പറഞ്ഞു ഒന്നും പറയല്ലേ. ഞങ്ങൾ പറഞ്ഞത് കേൾക്കാണ്ട് അളിയനെ ബാർബി കുട്ടി ഷോപ്പൊക്കെ നമുക്കിവിടെ നിൽക്കാനുള്ള സമയമല്ല. ജാസ്മിന്റെ അടിപൊളി ഗോതമ്പ് പായസം സീൻ കിട്ടാൻ വേണ്ടി കാത്തിക്കാം. ജിമ്മിൽ പോകുന്നുണ്ടെന്നേ ഉള്ളൂ, പക്ഷെ വലിയ കാര്യമൊന്നുമില്ല. ഗ്രൂപ്പിൽ നല്ലൊരു ഫോട്ടോ ഇട്ടിരുന്നേ, നല്ല ചുക്കി പിടിച്ചിട്ട്. അപ്പൊ ഞാൻ ചോദിച്ചു നല്ല മെളിഞ്ഞല്ലോ, ഒന്ന് വന്നോക്കുമ്പോഴല്ലോ പടപടാച്ചിട്ട് വന്നിട്ടുണ്ട്. രാത്രി ഉച്ചക്കത്തെ നല്ല ബീഫ് ബിരിയാണി ചൂടാക്കിയതാണ്. അങ്ങനെ ഒന്നാം പെരുന്നാളും കഴിഞ്ഞു, രണ്ടാം പെരുന്നാളും കഴിഞ്ഞു, ഇന്ന് മൂന്നാം പെരുന്നാളാട്ടോ. മൂന്നാം പെരുന്നാൾ ഞാൻ ഒന്നാം പെരുന്നാളിൽ ചുരിദാറിനെ റസനെ തിരുമ്പിയിട്ടാറുണ്ട്. യാമിക്കുട്ടി ഉണ്ട് ഇവിടെ. യാമി ഒരുങ്ങി പുറപ്പെടുന്നുണ്ട്. ബാക്കിൽ ജാസ്മിക്കുട്ടി ഒരുങ്ങി പുറപ്പെടുന്നുണ്ട്. എന്റെ റൂം ടൂർ എല്ലാവരും ചോദിക്കുന്നെങ്കിൽ ഒന്ന് കാണിച്ചു കൊടുക്കുക. നബിലോട്ടിയുടെ റൂമിൽ പല സംഗതികളും ഉണ്ട് കേട്ടോ. ഫുൾ സെറ്റപ്പാണ്. പരീക്ഷ എഴുതിയിട്ട് പിന്നെ പരീക്ഷ കഴിഞ്ഞിട്ട് നമ്മള് അതിന്റെ ചോദ്യ പേപ്പർ നോക്കൂലേ, എന്ന പോലെ ഒരു കാര്യമില്ല. ഇപ്പൊ സാമ്പാർ എങ്ങനെയാണോ അങ്ങനെ, ഇത് തിരുത്താനൊന്നും പറ്റൂല. തുളുവിന്റെ സാമ്പാറാണ്. 2 പെരുന്നാൾക്കും ബിരിയാണികളായിരുന്നു. 3-ാം പെരുന്നാൾ ഞങ്ങൾ സാധാ ചോറും സാമ്പാറും ബീഫ് വരട്ടിയതും പിന്നെ പപ്പടം, ഉമ്മച്ചിന് നല്ല മാങ്ങ ഉണക്കിയ അച്ചാറും ഉണ്ട്. അടുത്ത ആള് ബ്ലോഗുമായിട്ട് വന്നിട്ടുണ്ട്. ഇവിടെ ഒരാൾ ബ്ലോഗ് എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇവിടെ ന്യൂ യൂട്യൂബർ ഉമ്മച്ചിന്റെ നല്ല അടിപൊളി ഉണങ്ങിയ മാങ്ങാച്ചാറാണ് കേട്ടോ അത്. ജെമിസിന്റെ അച്ചാർ ഇറക്കേണ്ടി വരുമോ? അടിപൊളി ടേസ്റ്റ്. വാപ്പയും മെച്ചൊക്കെ കഴിച്ചിട്ടോ. ഇനി ഞങ്ങള് സെറ്റാണ്. പിന്നെ ചെറിയ കുട്ടികളെ സെറ്റുകൾ ഇനി കഴിക്കാതിരിക്കണേല്ലോ. അപ്പൊ ഞങ്ങൾ കഴിക്കാൻ യാമിക്കുട്ടിനെ പതുക്കെ നബിലോട്ടിയുടെ അടുത്ത് ആക്കി ഞാൻ വേഗം 2 സീറ്റ് ഇപ്പറ ഇന്ന് വന്നിട്ട് കേട്ടോ വന്നിരുന്നൊക്കെയാണ്. പിന്നെ ഇതാ ജാസ്മി കുട്ടിന്റെ നല്ല അടിപൊളി പായസം കേട്ടോ, ഗോതമ്പ് പായസം. യാമിക്കുട്ടി അങ്ങനെ സുഖുവിന് പോവാനുള്ള വണ്ടി വെള്ളരിക്കെടുത്തില്ലേ? ാണെന്നുണ്ടെങ്കിൽ ഇതിൽ കണക്ക് ഞാൻ ഇങ്ങനെ പൈസ കിട്ടിച്ചിട്ടില്ല. എന്തായാലും ഇരിക്കട്ടെ.
ഇതോടെ 4 കറികൾ വെക്കും. എനിക്കിന്ന് 2 ആയിട്ടുണ്ട്. നമുക്ക് പോണ്ടേ? അടുത്തത് നമ്മളാ. നാളെ നിങ്ങള് സ്കൂളിൽ പോവല്ലേ, പിന്നെ എന്തിനാ ഞങ്ങൾ ഇവിടെ? അങ്ങനെ 1-ാം പെരുന്നാളും കഴിഞ്ഞു, 2-ാം പെരുന്നാളും കഴിഞ്ഞു, 3-ാം പെരുന്നാളും കഴിഞ്ഞു, 4 പെരുന്നാൾ കഴിഞ്ഞ് ഞങ്ങള് പോവാണ്. സുലു പോയി. ഇനി ഞാനും ജാസ്മിനും കേട്ടോ പോകാനുള്ളത്. ഇപ്പൊ പോകുമ്പോഴുള്ള സാധനങ്ങൾ അടുക്കി പറിക്കണ തിരക്കില്ല. എന്താ കണ്ടിട്ടില്ലേ? പുതിയാപ്പിളാരെ പോലെ വിളിക്കാനൊക്കെ വന്നിട്ടുണ്ട്. പുതിയാപ്പിള പണ്ടേ ഉള്ളതാണല്ലോ. പുതിയാപ്പിളാര് വരുന്നു, നമ്മൾ പോകുന്നു. ഉണ്ടായിരുന്നു 2-3 ദിവസം. ഒന്നും പറയാല്ല അല്ലേ? ഇവിടെ അതെ, ഒന്നും പറയാനല്ല. രാവിലെ ഒക്കെ എന്റെ അടിഞ്ഞ് നല്ല രസമായിരുന്നു. കുട്ടികളൊക്കെ പോണ സന്തോഷത്തിലൊക്കെ നല്ല സന്തോഷം. സങ്കടം പോലെ കുഞ്ഞാലേടാ. എടി പായോ.